ഭോപ്പാൽ രാജകുടുംബത്തിന്റെ അനന്തരാവകാശ തർക്കത്തിൽ നടൻ സെയ്ഫ് അലി ഖാൻ സഹോദരിമാരായ സോഹ, സബ, അമ്മ ഷർമിള ടാഗോർ എന്നിവർക്ക് തിരിച്ചടി. ഭോപ്പാൽ രാജകുടുംബത്തിന്റെ അനന്തരാവകാശ തർക്കത്തിലെ വിചാരണ കോടതി ഉത്തരവ് മധ്യപ്രദേശ് ഹൈക്കോടതി റദ്ദാക്കി. സെയ്ഫിന്റെ മുതുമുത്തശ്ശിയും നവാബ് ഹമീദുള്ള ഖാന്റെ മകളുമായ ആബിദ സുൽത്താന വിഭജനത്തിനു ശേഷം പാകിസ്ഥാനിലേക്ക് കുടിയേറാൻ തീരുമാനിക്കുകയും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുകയും ചെയ്തതാണ് വിവാദത്തിന് കാരണം. ഈ നീക്കം 1958 നടപ്പിലാക്കുകയും 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനു ശേഷം വിപുലീകരിക്കുകയും ചെയ്ത ശത്രുസ്വത്ത് നിയമം പ്രയോഗിക്കാൻ കാരണമായി. ശത്രു രാജ്യങ്ങളിലേക്ക് താമസം മാറിയവരുടെ സ്വത്തുക്കൾ ഇന്ത്യൻ സർക്കാരിന് ഏറ്റെടുക്കാൻ ഇത് അനുവദിച്ചു. 2014 എനിമി പ്രോപ്പർട്ടിയുടെ കസ്റ്റഡിയൻ ഭോപ്പാൽ രാജകുടുംബത്തിന്റെ സ്വത്തുക്കളെ ശത്രു സ്വത്തായി ഔദ്യോഗികമായി തരംതിരിച്ചു. സെയ്ഫ് ഈ വർഗീകരണത്തെ എതിർക്കുകയും 2015 താൽക്കാലിക സ്റ്റേ നേടുകയും ചെയ്തു. എന്നിരുന്നാലും 2024 ഡിസംബർ 13 കോടതി അദ്ദേഹത്തിന്റെ ഹർജി തള്ളുകയും സ്റ്റേ പിൻവലിക്കുകയും ചെയ്തു. അപ്പീൽ ട്രൈബ്യൂണൽ അപ്പീൽ നൽകാൻ സെയ്ഫിനും കുടുംബത്തിനും 30 ദിവസത്തെ സമയം അനുവദിച്ചിരുന്നു. അപ്പീൽ ഫയൽ ചെയ്തില്ല. ഇത് സർക്കാരിന് സ്വത്ത് ഏറ്റെടുക്കുന്നതിനുള്ള വഴിയായി. 2015 സെയ്ഫ് ഈ പ്രഖ്യാപനത്തിനെതിരെ പോരാടുകയും ഹൈക്കോടതിയിൽ നിന്ന് താൽക്കാലിക സ്റ്റേ നേടുകയും ചെയ്തു. എന്നാൽ 2024 ഡിസംബർ 13 കോടതി സ്റ്റേ നീക്കി. ഭോപ്പാൽ നവാബായിരുന്ന ഹമീദുള്ള ഖാന് 3 പെൺമക്കളായിരുന്നു. അവരൊരാളായ ആബിദ സുൽത്താന പാകിസ്ഥാനിലേക്ക് കുടിയേറി. മറ്റുള്ളവർ ഇന്ത്യയിൽ തന്നെ തുടരുകയായിരുന്നു. നാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.